നമസ്കാരം. CCTV മോർണിംഗ് സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർണമായ ഭക്തജന തിരക്ക്. 261 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. 11 മണിയോടെ 200 വിവാഹങ്ങൾ നടന്നു. മകരമാസത്തിലെ അവസാന ഞായറാഴ്ച ആയതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിരുന്നു. കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. ഒരേ സമയം 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ഇതിനായി തെക്കേ നടയിൽ പട്ടറക്കുളത്തിനും മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിനും ഇടയിലായി 2 കൗണ്ടറുകൾ നിർമ്മിച്ചിരുന്നു. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. നഗരത്തിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്നർ റിംഗ്, ഔട്ടർ റിംഗ് റോഡുകളിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കുന്നംകുളത്ത് മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നേരത്തെ AP മെഡിക്കൽസിന്റെ കീഴിലുണ്ടായിരുന്ന 2 നില മെഡിക്കൽ ഗോഡൌൺ ആണ് അഗ്നിക്കിരയായത്. ഇപ്പോൾ മിഗായൽ മെഡിക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡാണ് സ്ഥാപനം നടത്തിവരുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പറയുന്നു. ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ മരുന്ന് ഉൽപ്പന്നങ്ങളും ഗോഡൌണും പൂർണ്ണമായും അഗ്നിക്കിരയായി. റെസിഡൻഷ്യൽ ഏരിയ ആയതിനാൽ വലിയ ജാഗ്രതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. ഗോഡൌണിന്റെ പുറത്തേക്ക് വ്യാപിക്കും മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. പ്രസിദ്ധമായ ചീരംകുളം പൂരാഘോഷം ഇന്ന്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. ഇന്നലെ നടന്ന വേലപൂരം ആവേശമായി. ശനിയാഴ്ച വൈകിട്ട് 5:00-ഓടെയാണ് വേല ഉത്സവത്തിന് തുടക്കമായത്. 3 വഴിപാട് വേലകൾ ഉൾപ്പെടെ 17 സംഘങ്ങളുടെ വേലകളാണ് ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള തുടങ്ങിയ വരവുകൾ ഗ്രാമവീഥികളെ ആഘോഷ നിറവിലാക്കി. വേലകൾ സമാപിച്ച ശേഷം വൈകിട്ട് 7:30-ക്ക് ഉത്സവ് ചീരംകുളം കമ്മിറ്റിയുടെ ഉറവ് നാടൻപാട്ട് അവതരണം നടന്നു. പുരാഘോഷ ദിവസമായ ഇന്ന് പുലർച്ചെ മുതൽക്ക് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 3 മണിയോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25 കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കും. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. രാത്രി 7:30-ക്ക് പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും അർദ്ധരാത്രി 12 മണിയോടെ തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യവിരുന്നുകളും നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് കോതമംഗലം മനക്കിൽ നിന്ന് പറയെടുത്ത് പള്ളിത്താളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. താലം തെളിയിക്കൽ, വെളിച്ചപ്പാടേറ്റൽ, പാനപൂജ എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. താലപ്പൊലിയുടെ വർണ്ണക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ക്ക് ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായി. പിന്നീട് ദേവാലയത്തിൽ ഫാദർ ലിജോ പുറത്തൂർ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30-ക്ക് ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും ഉണ്ടായി. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായി ഇന്ന് രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10:30-ക്ക് ഫാദർ ലിൻഡോ കോനിക്കര മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായി. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30-ക്ക് ഇടവകാംഗമായ ഫാദർ
ബേബി ഷെപ്പേർഡ് കാർമികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണം ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. തിരുനാൾ ചാനൽ നമ്പർ 48 CCTV സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ 9:30 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് 10 മണിയോടെ തിരിച്ച് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തി. ലോകമെമ്പാടുമുള്ള സുറിയാനി സഭകൾ ഇന്ന് ആനീദേ ഞായർ ആചരിച്ചു. വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ഓർമ്മ വലിയ നോമ്പിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ആചരിച്ചു വരുന്നത്. ഈ വർഷം ഫെബ്രുവരി 16-നാണ് വലിയ നോമ്പ് ആരംഭിക്കുക. കുന്നുകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഫെബ്രുവരി 8-ന് സകല വാങ്ങിപ്പോയവരുടെ പൊതുവായ ഓർമ്മ കഴിക്കുന്ന ഞായറാഴ്ച വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. സകല വാങ്ങിപ്പോയവരുടെ ഓർമ്മയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് സകല വാങ്ങിപ്പോയവരെയും ഓർക്കുവാനായി ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുന്നു. ജീവനോടിരിക്കുന്നവരും മരണകവാടം വഴി കടന്നു വാങ്ങിപ്പോയവരെ അനുഗമിക്കുകയും മഹത്വ പ്രത്യക്ഷതയിൽ ദൈവസന്നിധിയിൽ അവരെ മുഖാമുഖം കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ 2ാമത്തെ വരവ് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നിവ ഒത്തുചേരുന്ന ജീവിതശൈലി പിന്തുടരുന്ന വലിയ നോമ്പ് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിന്റെ മുൻകുറിയും പ്രതീകവുമാണ്. അതിലേക്ക് പ്രവേശിക്കുന്ന മുൻപ് സകല വാങ്ങിപ്പോയവരെയും ഒപ്പം ഉറ്റവരും ഉടയവരുമില്ലാതെ കടന്നുപോയ സകലയും പൊതുവായി സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദിനം കൂടിയാണ് ആനീദേ ഞായർ. ചാലിശ്ശേരി SSC UP സ്കൂളിൽ നടന്ന ഗുരുവന്ദനം ആദര സദസ്സ് മുൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയസ്പർശിയായ ഓർമ്മകളുടെ സംഗമവേദിയായി മാറി. നാട്ടിലെ ഏറ്റവും പുരാതനമായ വിദ്യാലയത്തിന്റെ 115-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരുവന്ദന സദസ്സ് സംഘടിപ്പിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞാലും ക്ലാസ് മുറികളിലെ കുട്ടികളുടെ ചിരിയും പാഠപുസ്തകങ്ങളുടെ മണവും മറക്കാനാകില്ലെന്ന് അധ്യാപകർ ഓർത്തെടുത്തു. കഴിഞ്ഞ 30 വർഷത്തിനിടെ സ്കൂളിൽ നിന്ന് വിരമിച്ച പൂർവ്വാധ്യാപകരെ പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. അധ്യാപക ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പഠിപ്പിച്ച കുട്ടികൾ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് കാണുന്നതാണെന്നും വർഷങ്ങൾക്കിപ്പുറം ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ശമ്പളത്തെക്കാൾ ഏറ്റവും വലിയ പ്രതിഫലമെന്നും അവർ പറഞ്ഞു. അധ്യാപകരുടെ പഴയകാല അനുഭവങ്ങൾ പുതിയ തലമുറ ആവേശപൂർവ്വമാണ് കേട്ടത്. ആദര സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. പ്രസാദ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് PA റഹിയാനത്ത്, വൈസ് പ്രസിഡന്റ് K. രജീന, MPTA പ്രസിഡന്റ് VV റൈഹാനത്ത്, വൈസ് പ്രസിഡന്റ് വിൽസി റോഷൻ, പ്രധാന അധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ, സ്റ്റാഫ് സെക്രട്ടറി VK മിനി, സ്റ്റാഫ് പ്രതിനിധികളായ KK സുജ, OS പ്രഭിത എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂൾ 65-ാം വാർഷികവും അധ്യാപക രക്ഷാർത്ഥ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മഴവിൽ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗം രേഷ്മ PR, സീനിയർ അധ്യാപിക പാർവതി, വിദ്യാർത്ഥി പ്രതിനിധി ധ്യാൻ അരുൺ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഫസലുർ റഹ്മാൻ, നിർമ്മല എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റാഫ് സെക്രട്ടറി ദീപ്തി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപകരായ വിദ്യ, ധന്യ, സബ്ന, സൽമ, സരിത എന്നിവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക ജിഷ PV സ്വാഗതവും PTA പ്രസിഡന്റ് അഭിലാഷ് MA നന്ദിയും പറഞ്ഞു. പ്രമുഖ പ്രവാസി സംഘടനയായ മാസ് ഷാർജ കെഫയുമായി ചേർന്ന് സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് പ്രോഗ്രസീവ് ചാവക്കാട്. അജ്മാൻ കോട്ടറ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ UAEയിലെ പ്രമുഖരായ 16 ടീമുകളാണ് പങ്കെടുത്തത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായിരുന്ന VSന്റെ സ്മരണാർത്ഥം ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ടൂർണമെന്റ് എന്ന ഖ്യാതിയും ഈ കായിക മാമാങ്കത്തിനുണ്ടായിരുന്നു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭ MPയുമായ AM റഹീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം IM വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മുൻ MLA KV കുഞ്ഞിരാമൻ, അജ്മാൻ കോട്ടറോ സ്റ്റേഡിയം മാനേജർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ്, ലോക കേരള സഭാംഗം
TK അബ്ദുൽ ഹമീദ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ടൂർണമെന്റിൽ ബിൻ മൂസ ഗ്രൂപ്പ് 1ാം സ്ഥാനവും 2ാം സ്ഥാനം യുണൈറ്റഡ് UAEയും സ്വന്തമാക്കി. കരുത്തരായ എതിരാളികളെ വീഴ്ത്തി ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രോഗ്രസീവ് ചാവക്കാട് 3ാം സ്ഥാനം നേടി. ഫുട്ബോൾ പ്രേമികളുടെ കയ്യടി സ്വന്തമാക്കി. പ്രോഗ്രസീവിലെ അജ്സൽ ടോപ്പ് സ്കോററായി. റഹീം MP സമ്മാനദാനം നിർവഹിച്ചു. പ്രോഗ്രസീവ് സ്പോർട്സ് കൺവീനർ ആരിഫ്, മാനേജർ ശ്രീബി എന്നിവർ സംബന്ധിച്ചു. കേരള അസംഘടിത സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലൂടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നൽകി വരുന്ന ക്ഷേമ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചങ്ങരംകുളം ഐസർ കോളേജ് ക്യാമ്പസിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹമീദ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ചടങ്ങിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനവും നടന്നു. ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടവാനൂർ പ്രവർത്തന റിപ്പോർട്ടും യൂണിയൻ സ്ഥാപകൻ V സെയ്തു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഫി ചങ്ങരംകുളം, ശ്രീജിത്ത് എരുവപ്ര, ഷാജി എരമംഗലം, റാഷിദ് നെച്ചിക്കൽ, പ്രഗ്ലേഷ് ശോഭ, ജീന മണികണ്ഠൻ, PP സുനീറ്റ, PV നൌഷിജ, അസ്ന എന്നിവർ സംസാരിച്ചു. കൺവെൻഷൻ 13-അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾക്ക് AC ഗീവർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജീന മണികണ്ഠൻ പ്രസിഡന്റായും PP സുനീറ സെക്രട്ടറിയായും PV നൌഷിജ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയിരൂർ പ്രദേശത്ത് പന്നിക്കൂട്ടം സൃഷ്ടിക്കുന്ന ഭീഷണി നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്തെ വീടുകളോടും കൃഷിയിടങ്ങളോടും ചേർന്നാണ് പന്നിക്കൂട്ടം സഞ്ചരിക്കുന്നത്. പുലർച്ചെയും വൈകിട്ടും സമയങ്ങളിലുമാണ് പന്നികളുടെ സാന്നിധ്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. ഇവ കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ പന്നികൾ റോഡിലേക്ക് കയറിയതോടെ അപകട സാധ്യത വർദ്ധിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും വനംവകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. പന്നിക്കൂട്ടത്തെ പിടികൂടി പ്രദേശം സുരക്ഷിതമാക്കുവാൻ അധികൃതർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കേക്കാട് ICS സ്കൂളിൽ LP മോണ്ടിസോറി വിദ്യാർത്ഥികൾക്കായുള്ള മിനി പാർക്ക് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. ICS സീനിയർ വൈസ് പ്രസിഡന്റ് RV അബ്ദുൽ മജീദ്, സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി, പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനസ്, ജൂനിയർ പ്രിൻസിപ്പൽ ഡാലിയ നബീൽ എന്നിവർ സംസാരിച്ചു. തൃത്താല ദേശത്താലപ്പൊലിയുടെ ഭാഗമായി അമ്പലവട്ടം രുദ്രാക്ഷം പുരാഘോഷ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നാളെ വൈകിട്ട് 7 മുതൽ നടക്കും. തൃത്താല ശിവക്ഷേത്രത്തിന് മുൻപിൽ ഒരുക്കിയ വേദിയിലാണ് റഗാസ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന പരിപാടി നടക്കുക. ചർമ്മം ഗുരുവായൂർ മാവിൻചുവട് തൈവളപ്പിൽ പുഷ്പാങ്കദൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രേമവിലാസിനി ഭാര്യയും ബോഷി, ജോഷി, ഘോഷ്, മിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ വിളക്കുന്തറ അമ്മാട്ട് കൊച്ചുണ്ണി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സരോജിനി ഭാര്യയും മനോജ്, മൈജ, ജലജ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡ് ഫീൽഡ് നഗർ പരേതനായ മുണ്ടന്തറ ചക്കുണ്ണി മകൻ ശാന്തൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. രാധഭാര്യയും അഭിജിത്ത്, അഞ്ജന എന്നിവർ മക്കളുമാണ്. ഇതോടെ മോർണിംഗ് സ്പോർട് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത 1:30.